ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രത്തിലും തന്ത്രപ്രധാന പ്രതിരോധ നീക്കങ്ങളിലും പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ 75,000 കോടി രൂപയുടെ ബൃഹത്തായ വികസന പദ്ധതിക്ക് ഇന്ത്യ തുടക്കമിടുകയാണ്. വിപണിയിലെ രാഷ്ട്രീയ തർക്കങ്ങളും പരിസ്ഥിതിവാദങ്ങൾക്കുമപ്പുറം ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിർണായക ചുവടുവെപ്പായാണ് ഈ വികസന പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും നിർണായകവുമായ കിഴക്ക് പടിഞ്ഞാറൻ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 40 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ആഗോള കണ്ടെയ്നർ ഗതാഗതത്തിന്റെ പകുതിയും ലോക സമുദ്രമാർഗ എണ്ണ വ്യാപാരത്തിന്റെ 80% കടന്നുപോകുന്ന ഈ സമുദ്രധമനിക്ക് കാവലാളാകാൻ ഇന്ത്യക്ക് ലഭിച്ച സുവർണാവസരമാണിത്. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുടെ ഹൃദയഭാഗം ഗലാത്തിയ ബേയിൽ നിർമ്മിക്കുന്ന 14.2 ദശലക്ഷം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലാണ്. ഇതോടെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെ ആശ്രയിക്കാൻ സിംഗപ്പൂരിനെയും കൊളംബോയെയും പോലുള്ള വിദേശ തുറമുഖങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്കിനി കൈനീട്ടേണ്ടി വരില്ല. തദ്ദേശീയമായി ഉയരുന്ന ഈ തുറമുഖം ഇന്ത്യയെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ പുതിയ ഹബ്ബാക്കി മാറ്റും. ഒരു അന്താരാഷ്ട്ര തുറമുഖം മാത്രമല്ല, മണിക്കൂറിൽ 4000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട്, 480 MVA ഗ്യാസ് സോളാർ പവർ പ്ലാന്റ്, അത്യാധുനിക ടൗൺഷിപ്പ് എന്നിവയടങ്ങുന്ന ഒരു മിനി മെട്രോ നഗരമാണ് ഇവിടെ ഉയരുന്നത്. 2028ഓടെ പൂർത്തിയാകുന്ന ഈ പദ്ധതിയുടെ 1ാം ഘട്ടം ദ്വീപിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ചൈനയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ 80% കടന്നു പോകുന്നത് ഇടുങ്ങിയ മലാക്ക കടലിടുക്കിലൂടെയാണ്. ഇത് ചൈനയെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു തന്ത്രപരമായ ബലഹീനതയാണ്. ഗോവയുടെ 1/3 വലിപ്പമുള്ള ഇന്ത്യയുടെ തെക്കേയറ്റത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് കൃത്യമായി ഈ ചോക്ക് പോയിന്റിന് അരികെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നത് ഇന്ത്യക്ക് വലിയ തന്ത്രപ്രധാന മുൻതൂക്കം നൽകുന്നു. ഗ്രേറ്റ് നിക്കോബാർ വെറും ഒരു വാണിജ്യ കേന്ദ്രം മാത്രമല്ല, ബുദ്ധിപൂർവ്വം വേഷം മാറിയ ഒരു ഇരട്ട ഉപയോഗ തന്ത്രപ്രധാന പദ്ധതിയാണ്. ഇന്ത്യ മുൻപും ആണവ മുങ്ങിക്കപ്പൽ പദ്ധതികൾ, സിവിൽ കവർ വികസിപ്പിച്ചതുപോലെ ഇവിടുത്തെ പുതിയ എയർഫീൽഡ് സൈനിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ തക്കവണ്ണം ഉയർന്ന പ്രതിരോധ ശേഷിയോടെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ തുടങ്ങി മൗറീഷ്യസിലെ അഗലേഖ, സീഷെൽസിലെ അസംഷൻ, ലക്ഷദ്വീപിലെ മിനിക്കോയ് എന്നിവ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലുടനീളം ഇന്ത്യ തീർക്കുന്ന ഒരു ആദ്യ ദ്വീപ് പ്രതിരോധ ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാണ് ഗ്രേറ്റ് നിക്കോബാർ. ചൈനയുടെ നാവിക ആധിപത്യ മോഹങ്ങളെ പസഫിക് തീരങ്ങളിൽ തളച്ചിടാൻ ഈ ദ്വീപ് കോട്ടയ്ക്ക് സാധിക്കും. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മലാക്ക കടലിടുക്കിൽ ഇന്ത്യക്ക് പൂർണ്ണ നിയന്ത്രണം വേണമെങ്കിൽ 24 മണിക്കൂറും നിരീക്ഷണം നടത്താൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ പേൾ ഹാർബർ ആവശ്യമാണ്. ഗ്രേറ്റ് നിക്കോബാർ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതോടെ ശത്രുക്കളുടെ ചാരക്കപ്പലുകളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാനും അവരുടെ വിവരശേഖരണത്തെ തടയാനും ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ ആണവ അന്തർവാഹിനികളായ അരിഹന്ത് ക്ലാസ് കപ്പലുകൾക്ക് ബംഗാൾ ഉൾക്കടലിൽ സുരക്ഷിതമായി ഒളിച്ചിരുന്ന ശത്രുരാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഈ പ്രദേശം സഹായിക്കും. ചൈന കടലിനടിയിൽ സ്ഥാപിക്കുന്ന ചാര ഉപകരണങ്ങളെയും ഗ്ലൈഡറുകളെയും കണ്ടെത്താനും നമ്മുടെ അന്തർവാഹിനികൾക്ക് സുരക്ഷിത പാതയൊരുക്കാനും ഗ്രേറ്റ് നിക്കോബാറിലെ ആന്റി സബ്മറൈൻ വ്യോമതാവളം അത്യന്താപേക്ഷിതമാണ്. നിലവിലെ ആഗോള സാഹചര്യങ്ങളിൽ സുപ്രധാന കപ്പൽ ചാലുകളുടെ നിയന്ത്രണം കൈവശമുള്ള രാജ്യം ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കും. 21ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ ഇന്ത്യയെ ഒരു ആഗോള വൻ ശക്തിയായി മാറ്റിയെടുക്കുന്നതിൽ നന്നായി വികസിച്ചെടുത്ത ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് കോട്ട ഇന്ത്യയുടെ ഏറ്റവും വലിയ തന്ത്രപ്രധാന ആയുധമായി മാറുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.